ഹായ് ഹലോ, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നിത്യവഴുതനങ്ങ കൊണ്ടുള്ള ഒരു തോരനാണ് കാണിക്കുന്നത്. ഉപ്പേരി തോരൻ എന്നൊക്കെ പറയും. നിത്യവഴുതനങ്ങ അറിയാമല്ലോ എല്ലാവർക്കും. കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇത് അങ്ങനെ കിട്ടാനില്ല, അപൂർവമായിട്ടൊക്കെ കിട്ടാറുള്ളൂ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. അത് വെച്ചിട്ട് ചെറിയൊരു തോരൻ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഇത് തോരനായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, മെഴുക്കുവരട്ടിയായിട്ടും ഉണ്ടാക്കാം. ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. മെഴുക്കുവരട്ടി ആണെങ്കിൽ ഇതൊരു നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പം വാടി കിട്ടും. ഇന്ന് ഞാൻ തോരൻ വെക്കാമെന്നാണ് വിചാരിച്ചത്. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് കുനുകുനാന്ന് അരിഞ്ഞെടുത്താൽ മതി. അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടാൽ അത് കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും. നമ്മൾ സാധാരണ തോരൻ വെക്കുന്നത് കണക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും. നിത്യവഴുതനങ്ങ എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ സാധാരണ വഴുതനങ്ങയുടെ അതേ ആകൃതിയൊന്നുമല്ല, എന്നാലും നിത്യവഴുതനങ്ങ എന്ന് പറഞ്ഞാൽ എന്നും കാണും. അത് കുറച്ചെങ്കിലും ഇല്ല, കോവയ്ക്ക പിടിക്കുന്ന കണക്ക് കുറച്ച് കാണും എന്നും. അതുകൊണ്ടാണ് നിത്യവഴുതനങ്ങ എന്ന് പറയുന്നത്. നന്നായിട്ട് പന്തലിട്ട് പടത്തി കൊടുത്താൽ മതി. നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഒരുപാട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇതുപോലെ തന്നെ കുറച്ച് തേങ്ങയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി അങ്ങ് വെച്ചാൽ മാത്രം മതി. അങ്ങനെയാണ് ഞാനിന്ന് വെച്ചത്. അല്ലാതെ നമുക്ക് തേങ്ങ, ജീരകവും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് തോരൻ വെക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. അത് അങ്ങനെ വെക്കുന്നത് ഇവിടെ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. എന്ന് നമ്മൾ ഓരോ തോരനല്ലേ കഴിക്കുന്നത്, പയർ അതും ഇതുമൊക്കെ. എന്നാൽ അതേപോലെ ഇത് വേറൊരു ടേസ്റ്റുള്ളൊരു തോരനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരൻ. ഇനി നന്നായിട്ടിങ്ങനെ അടച്ച് വെച്ചാൽ മതി. പിന്നെ കുറച്ച് മഞ്ഞളും ലേശം മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇപ്പോൾ ഒരു സവാള ഉള്ളി ഞാൻ അരിഞ്ഞ് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അതിനകത്ത് കൊച്ചുള്ളിയോ സവാള ഉള്ളിയോ അരിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പച്ചമുളകും കീറിയിട്ട് ഒന്ന് അടച്ച് വെച്ച് അല്പം ഉപ്പ് ഒഴിച്ച് ആവി കയറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് എടുത്താലും നല്ല ഒരു മെഴുക്കുവരട്ടിയാണ് ഈ നിത്യവഴുതനങ്ങയുടെ മെഴുക്കുവരട്ടി. അതും വളരെ നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ചോറിന് നന്നായിട്ടൊരു തോരനായിട്ടാണ് എടുത്തത്. ചോറിനും നല്ലതാണ്, ചപ്പാത്തിക്കൊക്കെ നല്ല കറിയാണിത്, ഇഷ്ടമുള്ളവർക്ക്. ഒരു ചെവയൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണത്. ചിലർ പറയും, പക്ഷേ ഇത് ഒരുപാട് മൂക്കരുത്. ഒരുപാടങ്ങ് വിളഞ്ഞു പോയാൽ ഒരു അരി കടിക്കുന്ന കണക്കൊരു ഇതുണ്ട്. അഥവാ പൊട്ട് കുറച്ചിങ്ങനെ തോരൻ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഒരുപാടങ്ങ് വിളഞ്ഞു പോകുന്നതിനേക്കാൾ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ. ഇത് ഇപ്പം പിടിക്കുന്ന സീസണാണ്. ഇത് കിട്ടുമ്പോൾ എല്ലാവരും എടുത്ത് ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. വളരെ ഫൈബർ കണ്ടൻറ്റുള്ള ഒരു കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഞാനിന്ന് ചോറിനോടൊപ്പം മീനും പുളിശ്ശേരിയും ഈ നിത്യവഴുതനങ്ങ തോരനുമാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.